ഏതായാലും PV അൻവർ നടത്തിയ നീക്കത്തിൽ ഞെട്ടിയത് ലീഗാണ്. ഇന്നലെ രാത്രി നടന്ന കൂടിക്കാഴ്ചകളിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ ധാരണയായതിനു ശേഷം അൻവർ പ്രതിപക്ഷ നേതാവിനെതിരെ തിരിഞ്ഞതാണ് ലീഗിനെ ഞെട്ടിച്ചത്. CV അനുമോദ് ചേരുന്നു. അനുമോദ്, കുഞ്ഞാലിക്കുട്ടി മാത്രമാണ് തനിക്കൊപ്പം നിന്നത്. അതായത് ലീഗിനെ ആ തരത്തിൽ ഒരു പ്ലസ് മാർക്ക് കൊടുത്തെങ്കിലും UDF ഒറ്റക്കെട്ടായി നിന്ന് തന്നോട് നന്ദികേട് കാണിച്ചു, തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു, VD സതീശൻ മുഖത്ത് ചവിട്ടി എന്നതൊക്കെ പറയുമ്പോൾ ലീഗും പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന് കരുതുന്നുണ്ടോ? എന്താണ് മലപ്പുറത്ത് നിലമ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ? ഇന്നലെ PK കുഞ്ഞാലിക്കുട്ടിയും PMS സലാമും എല്ലാം പങ്കെടുത്ത നേതൃയോഗത്തിന് ശേഷമാണ് VD സതീശൻ നിലമ്പൂരിൽ PV അൻവറിൻ്റെ നിലപാടുകൾക്കെതിരെ നിശിതമായ ഭാഷയിൽ നിലപാട് പ്രഖ്യാപിച്ചത്. അതിനുശേഷം PV അൻവർ PV അബ്ദുൽ വഹാബിൻ്റെ വസതിയിലെത്തി ലീഗ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. PMS സലാമും PK കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടുന്ന നേതാക്കളോട് അൻവർ ഇക്കാര്യങ്ങളൊക്കെ തന്നെ, അതായത് VD സതീശൻ്റെ പ്രസ്താവനയ്ക്ക് ശേഷം ആദ്യം അൻവർ UDF-നൊപ്പം നിൽക്കട്ടെ, തെരഞ്ഞെടുപ്പിൽ പിന്തുണ പ്രഖ്യാപിക്കട്ടെ എന്ന നിലപാടിന് ശേഷം ലീഗ് നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷമാണ് രാത്രി നമ്മൾ അദ്ദേഹത്തിൻ്റെ നിലപാട് മയപ്പെട്ട് കണ്ടത്. അദ്ദേഹം ഈ മുന്നണിയുമായി ബന്ധപ്പെട്ട് സഹകരിച്ച് പോകുന്ന തരത്തിലേക്ക് നിലപാട് മാറ്റി നമ്മൾ കണ്ടത് അത് ലീഗുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ്. പക്ഷേ ഇന്ന് രാവിലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ VD സതീശനെതിരെ ഇത്രയും രൂക്ഷമായ ഭാഷയിൽ വിമർശനം അഴിച്ചുവിട്ടത് അക്ഷരാർത്ഥത്തിൽ ലീഗ് നേതൃത്വത്തെയും ഞെട്ടിച്ചിരിക്കുകയാണ്. എന്താണ് ഒരു രാത്രി കൊണ്ട് ഈ ഒരു നേരത്തെ ഉണ്ടാക്കിയ ധാരണയ്ക്ക് മാറ്റം വരാൻ സംഭവിച്ചതെന്ന ചോദ്യമാണ് ലീഗ് ഉയർത്തുന്നത്. ഒരു തരത്തിലും ഇങ്ങനെ ഒരു സമീപനം അൻവറിൽ നിന്നും ലീഗ് പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അൻവറിനെ ഒപ്പം കൂട്ടി നിലമ്പൂരിൽ UDF-ന് വലിയ ഒരു മേൽക്കൈ ഉണ്ടാക്കാം, നല്ല വിജയം നേടാമെന്ന പ്രതീക്ഷ തന്നെയായിരുന്നു ലീഗിനുള്ളത്. കാരണം ലീഗിനറിയാം അൻവറിനെ നിലമ്പൂരിൽ മാറ്റി നിർത്തിയാലുണ്ടാകും പ്രതിസന്ധികൾ. കാരണം അൻവർ നേടാൻ പോകുന്ന വോട്ടുകൾ ഏതെല്ലാം മേഖലയിൽ നിന്നാണെന്ന് ലീഗിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ലീഗ് അൻവറിനെ കൂടെ നിർത്തുവാനുള്ള ശ്രമങ്ങൾ ഓരോ ഘട്ടത്തിലും നടത്തുന്നതും ഓരോ ഘട്ടത്തിലും അതിനുള്ള മുൻകൈ എടുക്കുന്നതും. മധ്യസ്ഥം വഹിക്കുന്നില്ല എന്ന് കുഞ്ഞാലിക്കുട്ടി പറയുമ്പോൾ പോലും അൻവറിന് UDF-ലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ പിന്തുണ കൊടുക്കുന്നത് ലീഗ് നേതൃത്വമാണ്. ആ ലീഗ് നേതൃത്വത്തിൽ പോലും അൻവറിൻ്റെ ഇന്നത്തെ പ്രസ്താവനയിൽ ഒരു ഞെട്ടലാണ്, അപ്രതീക്ഷിതമായിരുന്നു. കാരണം ഇന്നലെ രാത്രി എല്ലാ കാര്യങ്ങളും കൃത്യമായി പറഞ്ഞ് ധാരണയാക്കിയ ശേഷം ഇന്ന് സമവായത്തിലേക്ക് എത്തും, ഇന്ന് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന സമയത്താണ് PV അൻവർ ഇന്ന് രാവിലെ വന്ന് വീണ്ടും UDF നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ച് VD സതീശനെതിരെ ഇത്രയും രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് കോൺഗ്രസ് നേതൃത്വത്തിലെ പലരും പ്രതികരിക്കുന്നത് K മുരളീധരൻ ഇത് വീണ്ടും സമവായത്തിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോഴും VD സതീശൻ്റെ നിലപാട് എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹം ഇപ്പോഴുള്ളത് നിലമ്പൂർ മമ്പാടാണുള്ളത്. മമ്പാട് അദ്ദേഹം താമസിക്കുന്ന ഇടത്താണ് നമ്മളുള്ളത്. അദ്ദേഹം ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. മാധ്യമങ്ങളെ കാണാൻ സാധ്യത കുറവാണ് എന്ന അറിയിപ്പാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു വിഷയത്തിൽ PV അൻവർ തൻ്റെ മാത്രം ഉന്നയിച്ച് നടത്തിയ ഈ ആരോപണങ്ങളെ, ഈ ആക്രമണങ്ങളെ VD സതീശൻ എങ്ങനെ പ്രതികരിക്കുമെന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുതന്നെയായിരിക്കും ഈ ഒരു അൻവറിൻ്റെ UDF-മായുള്ള സഹകരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യവും. എന്നാണെങ്കിലും എല്ലാ കാലത്തും ഈ ഒരു പ്രതിസന്ധി സമയങ്ങളിലൊക്കെ ലീഗായിരുന്നു അൻവറിനൊപ്പം നിന്നത്. ഇപ്പോൾ ലീഗ് നേതൃത്വത്തെ പോലും ഞെട്ടിക്കുന്ന തരത്തിലാണ് അൻവറിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വന്നിരിക്കുന്നത്. അപർണ, അതായത് ഇനി അൻവർ ഇനി പുറത്തിറങ്ങി വരണം, അപ്പോഴായിരിക്കും ഇനി ഒരുപക്ഷെ എന്താണ് പറയാൻ പോകുന്നത്. പക്ഷേ അല്പം മുൻപ് K മുരളീധരൻ പറയുന്നത് UDF കൂടെ നിർത്തും, ഇതൊക്കെ ഒരു ശൈലിയല്ലേ എന്ന് പറയുന്നൊരു സാഹചര്യമുണ്ട്. അല്ലാതെ അൻവർ ഈ മുഖമടച്ചു പറഞ്ഞിരിക്കുന്ന വിമർശനങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു എതിർപ്പ് UDF ക്യാമ്പിൽ നിന്ന് വരുന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്നില്ല എന്നുള്ളൊരു സൂചനയ്ക്കുണ്ട്. അതുകൂടി മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇനി കൊള്ളാനും വയ്യ തള്ളാനും വയ്യ എന്നുള്ളൊരു വിഷയത്തിലേക്ക് ലീഗ് കടക്കുമോ? കോൺഗ്രസ് എന്തു പറയുന്നു? കോൺഗ്രസ് എന്ത് നിലപാടെടുക്കുന്നു അൻവറിൽ എന്നറിഞ്ഞതിന് ശേഷം മതി എന്നൊരു തീരുമാനത്തിൽ, എന്തെങ്കിലും പ്രതികരണം തന്നെ എന്ന തീരുമാനത്തിലേക്ക് എത്തുമോ ലീഗ്? തീർച്ചയായും അത് കോൺഗ്രസിൻ്റെ കയ്യിൽ തന്നെയാണ് ഇപ്പോഴും തീരുമാനമെടുക്കാനുള്ള അധികാരമുള്ളത്. കാരണം കോൺഗ്രസിൻ്റെ സീറ്റിലാണ് മത്സരം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ വിഷയത്തിൽ കോൺഗ്രസ്സാണ് ആദ്യം അവസാനവും അഭിപ്രായം പറയേണ്ടത്. മുന്നിലെടുക്കുന്ന സാഹചര്യത്തിലാണ് ലീഗിൻ്റെ അഭിപ്രായം ഇവിടെ പ്രധാനപ്പെടുന്നതാവുന്നതും ലീഗിന് സമ്മർദ്ദം ചെലുത്താവുന്നു. പക്ഷേ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം നിലമ്പൂരിൽ കോൺഗ്രസിൻ്റെ സീറ്റിൽ മത്സരിക്കുന്ന സാഹചര്യത്തിലാണ്. നിലമ്പൂരിൽ കോൺഗ്രസ്സാണ് മത്സരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അപ്പോൾ കോൺഗ്രസിൻ്റെ നിലപാട് ആണ് ഇതിൽ പ്രധാനപ്പെട്ടത്. നമുക്ക് നേരത്തെ അൻവറിൻ്റെ വാർത്താ സമ്മേളനത്തിൽ തന്നെ മറ്റ്
മറ്റ് നേതാക്കളെയൊക്കെ അദ്ദേഹം പറഞ്ഞു. കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ പരാമർശം, അദ്ദേഹത്തെ കെ സുധാകരനെ ആവട്ടെ, കെ മുരളീധരനാകട്ടെ, രമേശ് ചെന്നിത്തലാവട്ടെ, ഇവരൊക്കെ സ്ഥിരമായി തന്നോട് ബന്ധപ്പെടാറുണ്ട്, തന്നോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട് എന്ന് പറയുമ്പോഴും ആത്യന്തികമായിട്ട് അദ്ദേഹത്തിന് വിമർശനം ചെന്ന് അവസാനിക്കുന്നത് വി ഡി സതീശനിലേക്കാണ്. പലപ്പോഴും അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്, ചർച്ച നടത്തിയിട്ടുണ്ട്. 15-ാം തീയതി അത്രയും വിശദമായിട്ട് വിഷയങ്ങൾ ചർച്ച ചെയ്ത് 2 ദിവസത്തിനകം തീരുമാനം വരുമെന്ന് പ്രഖ്യാപിച്ചിട്ട് പിന്നീട് ഇതുവരെ വന്നില്ല. പിന്നീട് ഉണ്ടായ സംഭവങ്ങളൊക്കെ അദ്ദേഹം എണ്ണമിട്ട് പറയുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ അൻവറിനെ ഒപ്പം കൂട്ടണമെന്ന് പറയുമ്പോഴും അതിലേക്ക് തടസ്സമാകുന്നത് വി ഡി തീർച്ചയായിട്ടും അനുമോദ് തിരികെ എത്താം. ഏതായാലും മെമ്പാടാണ് അനുമോദ് ഉള്ളത്. അൻവർ പുറത്തേക്ക് വരുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതികരണമാണ് എന്നുള്ളത് കൂടി നോക്കണം. ഇപ്പോൾ മാധ്യമപ്രവർത്തകൻ എ സജീവൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ എ സജീവൻ, ഒരു വലിയ ട്വിസ്റ്റിലേക്ക് കടന്നു UDF നിലമ്പൂരിലെ പ്രതീക്ഷകൾ എന്ന് വിലയിരുത്തേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോൾ അല്പം മുൻപ് ഈ വലിയ തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ നടത്തിയതിനു ശേഷവും, അൻവർ നടത്തിയതിനു ശേഷവും കെ മുരളീധരൻ പറയുന്നത് ഇത് പരിഹരിക്കും, കൂടെ നിർത്തുമെന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു വിഭാഗം അൻവറിന്റെ ഈ വിമർശനങ്ങൾക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളൊരു സൂചന അതിനകത്തുണ്ടോ? അൻവറിനോട് താല്പര്യമുള്ള ആളുകൾ കോൺഗ്രസിനകത്ത് ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അതേ സമയത്ത് അൻവർ കാണിക്കുന്ന പിടിവാശി അത് അംഗീകരിക്കാൻ എല്ലാ കോൺഗ്രസ്സുകാർക്കും കഴിയില്ല. കാരണം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാവണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന്റെ പിടിവാശി നമ്മൾ തുടക്കം മുതലേ കണ്ടതാണ്. കോൺഗ്രസുമായിട്ട് UDF-ഉമായിട്ട് അടുക്കാണ്, UDF-ലേക്കാണ് ഇനി എന്ന് പറഞ്ഞതിന്റെ തൊട്ട് പിന്നാലെ തന്നെ നിലമ്പൂരിൽ അടുത്ത് മത്സരിക്കേണ്ടത് ജോയി ആണെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുന്നു. അത് ഒരു പാർട്ടിയുടെ ആഭ്യന്തര കാര്യത്തിൽ ഇടപെടുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനുള്ള താല്പര്യം എന്ന് പറയുന്നത് മുന്നണിയിൽ സമ്പൂർണ്ണ ഘടകകക്ഷിയായിട്ട് മാറുക എന്നുള്ളത്. അതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. കാരണം RMPയെ പോലെയുള്ള പാർട്ടികൾ എത്രയോ കാലമായിട്ട് UDF-ന്റെ ഭാഗമാണ്, അവരുടെ ശക്തിയായിട്ട് നിൽക്കുന്നതാണ്. അൻവറിനെ അപേക്ഷിച്ച് എത്രയോ കൂടുതൽ സ്വാധീന ശക്തിയുള്ള പാർട്ടിയാണ്. എന്നിട്ട് അവർക്കിപ്പോഴും സമ്പൂർണ്ണ ഘടകകക്ഷിയായിട്ട് മാറാൻ പറ്റിയില്ല. ഈ ഒരു പിടിവാശി, ഇത്തരം പിടിവാശികളുണ്ട്. അതിനേക്കാളൊക്കെ അപ്പുറത്ത് വി ഡി സതീശൻ, ഇപ്പൊ താങ്കൾ തന്നെ പറഞ്ഞ പോലെ എത്രയോ കാലമായിട്ട് വി ഡി സതീശന്റെ നിതാന്ത ശത്രുവാണ് അൻവർ. അത് നേരത്തെ പിണറായിയോട് ഒട്ടി നിൽക്കുമ്പോഴും അദ്ദേഹം സതീശനായിരുന്നു മുഖ്യ ശത്രു. അത് ഈ പൂരം കലക്കൽ പ്രശ്നത്തിൽ പോലും ആദ്യഘട്ടത്തിൽ അൻവർ പറഞ്ഞിരുന്നത് സതീശനെതിരെയായിരുന്നു. സ്വാഭാവികമായിട്ട് ശ്രീ എ സജീവൻ, അതൊരു വിഷയമാണ് കോൺഗ്രസിൽ ഈ 2 വിഭാഗം എന്നുള്ളത്. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം ലീഗിന്റെ ഒരു പിന്തുണ ഉണ്ടായിരുന്നു. ലീഗ് നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുക, പാണക്കാട് പോകുക, കുഞ്ഞാലിക്കുട്ടിയൊക്കെ ആ തരത്തിൽ. ഇത് മുൻപ് പാലക്കാട് തെരഞ്ഞെടുപ്പ് സമയത്തും ലീഗ് ഇതിന് സപ്പോർട്ടായിരുന്നു UDF പ്രവേശനവുമായി ബന്ധപ്പെട്ട്. അപ്പോഴും കോൺഗ്രസ് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഇന്നലെ കാണുന്നു, ചർച്ചകൾ നടക്കുന്നു, ധാരണയുണ്ടാകുന്നു. അതിനുശേഷം അൻവർ വന്ന് ഈ വാർത്താ സമ്മേളനം നടത്തി പ്രതിപക്ഷ നേതാവിനെതിരെ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യം, UDF-നെതിരെ മൊത്തമായി പറയുന്ന ഒരു സാഹചര്യം. കുഞ്ഞാലിക്കുട്ടിക്ക് പ്ലസ് പോയിന്റ് കൊടുത്താൽ പോലും ഇത് ഏത് തരത്തിൽ ഒരു ഞെട്ടൽ ഉണ്ടാക്കിയിട്ടുണ്ടാകും ലീഗിൽ? അല്ല, തീർച്ചയായിട്ടും മുന്നണിയിൽ ഒരു പ്രശ്നമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം. UDF-ൽ നേരത്തെ ഉണ്ടായിരുമ്പോൾ കോൺഗ്രസിനകത്ത് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് അൻവർ. അത് കഴിഞ്ഞിട്ട് LDF പോയപ്പോൾ നമുക്കറിയാം ഓരോ ഘട്ടങ്ങളിലും ഓരോ തരത്തിലും ഓരോരുത്തർക്കെതിരെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് മറ്റൊരാളെ പുകഴ്ത്തി പറയുക. അത് കഴിഞ്ഞ് അദ്ദേഹം അപ്പോൾ ഇല്ലെങ്കിൽ അദ്ദേഹത്തെയും മോശമായി പറയുക. അതൊക്കെ ആ രീതിയാണ്. ഇതാണ് ഇപ്പോഴും ഈ അൻവർ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. UDF സതീശനെടുക്കുന്ന നിലപാടാണ്. അൻവറിന് മുമ്പിൽ കീഴടങ്ങി കഴിഞ്ഞാൽ പിന്നീട് എക്കാലത്തും അൻവറിന്റെ ഈ അപ്രമാദിത്വത്തിന്റെ പിന്നിലേക്ക് പോകേണ്ടി വരും കോൺഗ്രസ്. അത് നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു നിലപാട് സതീശൻ എടുക്കുന്നുണ്ട്. സതീശനെ പോലുള്ള ഒരാൾ അൻവറിനോട് കാര്യമായിട്ടുള്ള ദയ കാണിക്കില്ല, കാരുണ്യം കാണിക്കില്ല എന്നുള്ള കാര്യം അൻവറിനറിയാം. അതിനാണ് ലീഗിനെ പിടിക്കുന്നത്. ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവിടെ നഷ്ടമുണ്ടാകുന്നില്ല. മുന്നണിയിലേക്ക് വന്നാലും ഇല്ലെങ്കിലും ലീഗിന് ഒരു സീറ്റ് നഷ്ടപ്പെടില്ല. അൻവർ ചോദിക്കാൻ പോകുന്നത് ഇനി 2026 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ചോദിക്കാൻ പോകുന്നത് നിലമ്പൂർ സീറ്റായിരിക്കും. ആ നിലമ്പൂർ സീറ്റ് പോകുന്ന അൻവർ കോൺഗ്രസിന്റെ കയ്യിൽ നിന്നായിരിക്കും. അവിടെ പോലും കോൺഗ്രസിനകത്ത് പ്രശ്നം ഉണ്ടാകും. അപ്പോൾ ഈ കോൺഗ്രസിനകത്ത് ഇപ്പോൾ അൻവറിനോട് താല്പര്യമുള്ള സുധാകരനെ പോലുള്ള ആളുകൾ ഒക്കെ അവർക്ക് താല്പര്യം ഉള്ളത് വി ഡി സതീശനെ ഒതുക്കുക എന്നുള്ളത് കൂടിയായിരിക്കും. സതീശന്റെ നിലപാടിന് വിരുദ്ധമായിട്ട് നിൽക്കുക എന്നുള്ളതായിരിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മളിപ്പോൾ തന്നെ കാണുന്നത് UDF-ന്റെ ഭാഗമാവാതെ തന്നെ അൻവർ UDF-ന്റെ സ്ഥാനാർത്ഥിയെ ശക്തമായിട്ട് എതിർക്കുന്ന ആ സ്ഥാനാർത്ഥി ജയിക്കില്ല എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായിട്ട് പറയുകയാണ്. കാരണം അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ട് അത് തുടക്കം മുതൽ അദ്ദേഹം പറഞ്ഞാണ്, പ്രഖ്യാപനം വന്നപ്പോഴും പറഞ്ഞാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞ് എന്നെ മുന്നണിയിലെടുത്താൽ ഞാൻ മുന്നണി തീരുമാനം പറയും. അങ്ങനെ നിലപാടുണ്ടോ? മുന്നണിയിലെടുക്കുമ്പോൾ നിലപാടെടുക്കുക എന്ന് പറയുന്നത് തെറ്റായി. അപ്പോൾ ഒരിക്കൽ പോലും നമുക്ക് ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത
ഒരാളാണ് അൻവർ എന്നുള്ളത് നേരത്തെ മുതലേ തെളിയിച്ചാണ്. അത് കോൺഗ്രസിലെ നല്ല ശതമാനം വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അറിയാം. പിന്നീട് ഇത് തീക്കൊള്ളിയാകുമെന്നുള്ളൊരു കൃത്യമായ ബോധ്യത്തോട് കൂടിയിട്ടാണ് സതീശൻ നീങ്ങുന്നത്. പക്ഷെ സതീശനെ വെട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അതിനകത്തുള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും അവര് അൻവറിന് അനുകൂലമായിട്ടൊക്കെ നിൽക്കും. ഇതൊരു അതാണ്, അതായത് ഈ അതിനകത്ത് നിന്ന് കൂടിയുള്ള ആ ഒരു സ്പ്ലിറ്റ് കൂടി ഒരു പക്ഷേ രാഷ്ട്രീയമായിട്ടൊക്കെ വിലയിരുത്തപ്പെട്ടേക്കാം അല്ലേ? സ്വാഭാവികമായിട്ട് തീർച്ചയായിട്ടും വിലയിരുത്തപ്പെട്ടേക്കാന്നുള്ളതല്ല, അൻവറിന്റെ വരവ് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒക്കെ അതിപ്പോ തന്നെ നമ്മൾ കണ്ടല്ലോ. ഒരു അൻവർ വരുന്നു എന്നുള്ളത് അൻവറാണ് പ്രഖ്യാപിച്ചത്, ഞാൻ ഇനി UDF-നോടൊപ്പമാണ്. അത് കഴിഞ്ഞ അത് അദ്ദേഹം പറഞ്ഞ വേറൊരു വാക്ക് നിരുപാധികം എന്നുള്ളതായിരുന്നു ആദ്യ തവണ പറഞ്ഞത്. പക്ഷെ ഇപ്പോഴെന്തായി വന്നിട്ട് ആകെ പ്രശ്നം ഉണ്ടായിട്ടുള്ളത് LDF-ലല്ല കോൺഗ്രസിനകത്താണ്, ലീഗിലല്ല കോൺഗ്രസിനകത്താണ്. അപ്പൊ സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് വീണ്ടും ആദ്യം അൻവർ കോൺഗ്രസ് വിട്ടുപോകുന്ന സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള അതിനേക്കാൾ ശക്തമായിട്ട് രൂപത്തിലുള്ള സ്പ്ലിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഇപ്പൊ അൻവറിന് കഴിയുന്നുണ്ട്. അപ്പൊ അതാണ് അൻവറിന്റെ UDF-ലേക്കുള്ള പ്രവേശനം നടന്നാലും ഇല്ലെങ്കിലും സംഭവിക്കാൻ പോകുന്നത് കോൺഗ്രസിനകത്ത് വീണ്ടും ഒരു കലാപക്കൊടി ഉയരുക. അങ്ങനെ ഒരു നിരീക്ഷണം വളരെ നന്ദി. ശ്രീ എ സജീവൻ നടത്തുന്ന വളരെ ശ്രദ്ധാർഹമായിട്ടുള്ള ഒരു നിരീക്ഷണം കൂടിയാണ്. അൻവർ UDF-ലേക്ക് വരികയോ വരാതിരിക്കുകയോ കോൺഗ്രസിനകത്തൊരു കലാപക്കൊടി ഉയർത്താൻ അൻവറിന്റെ ഈ പരാമർശങ്ങൾ ഏത് തരത്തിൽ വഴിവെക്കുന്നു എന്നുള്ളത്